ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ നല്ലൊരു ചെട്ടിനാട് സ്പെഷ്യലായിട്ടുള്ള മീൻ കറി ഉണ്ടാക്കിയാലോ. ഭയങ്കര ടേസ്റ്റിയാണ്, ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടുകൊടുക്കാം. അതൊന്ന് പൊട്ടുമ്പോൾ നമുക്കിതിലോട്ട് ഒരു 10 അല്ലി വെളുത്തുള്ളി, ഇത് ഒന്ന് ചതക്കൊന്നും വേണ്ട, മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇവ രണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു പിടി കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഇളക്കി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഉള്ളിയും തക്കാളിയും ഒക്കെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കാം കേട്ടോ. ഞാനിപ്പം സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കാശ്മീരി എടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടെല്ലാം കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമുളകൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതിലോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. ഇതെല്ലാം കൂടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു കൂട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതങ്ങ് അരക്കാൻ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാം. അതിനുശേഷം നമുക്കിതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം അരച്ച് വെക്കാം കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറിലല്ല, ആ ഒരു നടുക്കുള്ള ജാറില്ലേ, ആ ഒരു ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ, വെള്ളമൊന്നും ചേർക്കാണ്ട്. അപ്പോൾ ഇതാ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 പച്ചമുളകൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 വറ്റൽ മുളകാണ്. പിന്നെ ഒരു പിടി കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 5 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ഒരു 2 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ദാ നമ്മുടെ അരപ്പുണ്ടല്ലോ, ഉള്ളി തക്കാളി, അതിലേക്ക് അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച അതേ മിക്സിയിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് പാർന്ന് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് തിളക്കാൻ വെക്കാം കേട്ടോ. ആ ഒരു എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, അതുവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അയിലയാണ് എടുത്തിട്ടുള്ളത്. ഒരു 4 അയില ഒരു 3 കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 4 അയില, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീനാണോ ആ ഒരു മീൻ എടുക്കുക. എന്നിട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു 5-6 മിനിറ്റ് ആകുമ്പോൾ തന്നെ അതിലേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒരു പിടി കറിവേപ്പിലയും കൂടി ജസ്റ്റ് ഒന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ നോക്കുക, കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചെട്ടിനാടൻ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലൻ റെസിപ്പിയാണ്. ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിയിട്ടില്ലേ, ഒന്നെങ്കിൽ പിറ്റേന്ന് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ പറയാൻ പറ്റില്ല, അത്രയും ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഒരു മണിക്കൂറായിട്ട് നിങ്ങൾ കഴിച്ച് നോക്കി, അടിപൊളി. അപ്പോൾ വേറൊന്നിൻ്റെ കൂടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് സാധാരണ നമ്മളെ ചോറുണ്ടല്ലോ, ആ ഒരു ചോറിൻ്റെ കൂടെ ഇതിങ്ങനെ ഒഴിച്ച് വയ്ക്കുമ്പോൾ സൂപ്പറാണ്. എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.